ഹലോ ഫ്രണ്ട്സ്, ദെബോസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി റോഡ് ട്രിപ്പിലാണ്. സൗദി അറേബ്യയിലെ മനോഹരമായ അൽഖാസിമിൽ നിന്ന്, പ്രത്യേകിച്ച് ഈന്തപ്പഴങ്ങളുടെ നാടായ ബുറൈദയിൽ നിന്ന് നമ്മൾ തലസ്ഥാന നഗരമായ റിയാദിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഏകദേശം 330-ലധികം കിലോമീറ്റർ നീളുന്ന ഒരു കിടിലൻ ഡ്രൈവാണിത്. ഈ യാത്രയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സൗദിയിലെ റോഡുകൾ നോക്കൂ. സൗദി എന്ന് കേൾക്കുമ്പോൾ മരുഭൂമി മാത്രം മനസ്സിൽ വരുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഒരു സർപ്രൈസ് ആയിരിക്കും. റോഡിൻ്റെ ഇരുവശത്തുമായി ചെടികൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കണ്ടോ? എന്തു ഭംഗിയാണല്ലേ ഇത് കാണാൻ. ഇവർ എന്തു മനോഹരമായിട്ടാണ് ഇത് പരിപാലിക്കുന്നത്. അതുപോലെ റോഡിലൂടെ അടുക്കിയതുപോലെ വാഹനങ്ങൾ പോകുന്നത് കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. യാത്ര മുന്നോട്ടു പോകുന്തോറും കാഴ്ചയുടെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണ്. റോഡിന് ഇരുവശത്തും കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മണൽത്തരികൾ, അഥവാ നമ്മുടെ സ്വന്തം മരുഭൂമി. ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളിൽ പലർക്കും പുതിയൊരു കാഴ്ചയായിരിക്കും. റോഡിൻ്റെ ഇരുവശത്തുമായി മരുഭൂമിയിൽ ആരോ ഉപ്പ് വിതറിയിട്ടതുപോലെ വെളുത്തു കിടക്കുന്നത് കണ്ടോ? ശരിക്കും മണലിൽ മഞ്ഞ് വീണതുപോലെ തോന്നും. ഇതിനെയാണ് നമ്മൾ ഉപ്പുപാടങ്ങൾ അഥവാ അറബിയിൽ സബ്ക എന്ന് വിളിക്കുന്നത്. മരുഭൂമിയിലെ തീഷ്ണമായ ചൂടിൽ പ്രകൃതി ഒരുക്കുന്ന മറ്റൊരു അത്ഭുതമായ കാഴ്ചയാണിത്. ഖാസിമിൽ നിന്ന് റിയാദിലേക്കുള്ള യാത്രയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മരുഭൂമികളാണ്. മരുഭൂമികളുടെ ഇടയ്ക്കിടയ്ക്കായി പെട്രോൾ പമ്പുകളും അതിനോട് ചേർന്ന് ബക്കാലകളും കാണാം. മരുഭൂമിയുടെ നടുവിൽ വരിവരിയായി ഉയർന്നു നിൽക്കുന്ന കാറ്റാടി യന്ത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? പ്രകൃതിദത്തമായ കാറ്റിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഈ വിൻഡ് മില്ലുകൾ സൗദി അറേബ്യയുടെ പുരോഗതിയുടെയും ആധുനികതയുടെയും അടയാളമാണ്. നിങ്ങൾ ഇപ്പോൾ ഈ സൈഡിലേക്ക് നോക്കൂ. നമ്മുടെ ഒട്ടകങ്ങൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്നത് കണ്ടോ? എന്ത് ഭംഗിയാണല്ലേ അത് കാണാൻ. മരുഭൂമിയുടെ ഭംഗിക്ക് ഈ ഒട്ടകങ്ങൾ പ്രത്യേക മാറ്റുകൂട്ടും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുന്നുകൾക്കിടയിലൂടെയുള്ള ഒരു റോഡാണ്. മലകൾ വെട്ടിപ്പിണർന്നുണ്ടാക്കിയ ഒരു റോഡാണിത്. അൽഖാത്ത് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ആകാശത്ത് നിന്ന് നോക്കിയാൽ മലകൾക്കിടയിലൂടെ ഒരു കറുത്ത വര വരച്ചതുപോലെ തോന്നും. വാഹനങ്ങൾ അടുക്കി ഈ റോഡിലൂടെ പോകുന്നത് കാണാൻ എന്ത് പ്രത്യേക ഭംഗിയാണല്ലേ. ഒരു വശത്ത് പ്രകൃതിയുടെ അത്ഭുതമായ മലനിരകൾ, മറുവശത്ത് മനുഷ്യൻ്റെ എൻജിനീയറിംഗ് വിസ്മയം. എന്താണല്ലേ. നമുക്ക് ഇനി ഈ റോഡിലൂടെ കുറച്ചു നേരം യാത്ര ചെയ്യാം. ഈ റിയാദ് യാത്രയുടെ മാറ്റുകൂട്ടാനായി ഒരു സംഭവം കൂടെ എൻ്റെ ഫോണിൽ കിട്ടിയിട്ടുണ്ട്. സൂര്യാസ്തമയം. സൂര്യൻ നമ്മുടെ പുറകെ ഓടി വരുന്നത് കണ്ടോ? പകലിൻ്റെ വെളിച്ചമൊക്കെ മങ്ങിത്തുടങ്ങി. നമ്മൾ റിയാദിലേക്ക് എത്തിക്കഴിഞ്ഞു. റൺവേയിലൂടെ പോകുന്ന ഈ ഫ്ലൈറ്റും കാണിച്ച് എൻ്റെ റിയാദ് യാത്രാ വ്ലോഗ് ഞാൻ ഇവിടെ നിർത്തുന്നു. ബൈ ബൈ ഫ്രണ്ട്സ്.